Hello, Triple Commerce Academy. In December 2023, CS Executive Examination എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു റിവിഷൻ എന്ന നിലയിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ യൂട്യൂബ് വഴി കണ്ടക്ട് ചെയ്യുകയാണ് ഓരോ സബ്ജക്റ്റിൻ്റെയും. സോ അതിൻ്റെ ഭാഗമായിട്ട് വിൽ ബി ഹാവിങ് tax laws and practice paper session today. So myself, E. Aravind VS, faculty for taxation at Triple Commerce Academy. CS Executive inde pudiya syllabus, pudiya scheme 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ 2023 മുന്നേ പുതിയ സ്കീമിന് മുന്നേ ഉണ്ടായിരുന്ന സ്കീമിൽ നമുക്ക് ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ് ഗ്രൂപ്പ് 1-ലാണ് ഉണ്ടായിരുന്നത്. CS എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് 1-ലാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോമാറ്റിലായിരുന്നു എക്സാമിനേഷൻ. OMR ചൂസ് ദി കറക്റ്റ് ആൻസർ മോഡലിലായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ സ്കീമിലേക്ക് വന്നപ്പോൾ ആ എക്സാമിനേഷൻ്റെ പാറ്റേണിൽ വ്യത്യാസം വന്നു. അത് എഴുത്ത് പരീക്ഷയായിട്ട് മാറിയിട്ടുണ്ട്. സോ ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ് ഇപ്പോൾ ടാക്സേഷൻ സിലബസിനകത്ത് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ പഴയ സ്കീമിലുണ്ടായിരുന്ന സിലബസ് അതേപടി തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് പുതിയ സ്കീമിലും. അതായത് മുമ്പുണ്ടായിരുന്ന അതേ കാര്യം തന്നെയാണ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും കൂടി ചേർത്തിട്ട് ഒറ്റ പേപ്പർ തന്നെയാണ്. മാർക്കിൻ്റെ വെയിറ്റേജിനും വ്യത്യാസമൊന്നുമില്ല. 60-40 ഡയറക്റ്റ് ടാക്സ് 60 മാർക്സിനും ഇൻഡയറക്റ്റ് ടാക്സ് 40 മാർക്സിനും. ഡയറക്റ്റ് ടാക്സിൽ നമുക്ക് ഇൻകം ടാക്സ് ലോസ് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സ് ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് CGST, IGST അതുപോലെ തന്നെ കസ്റ്റംസ് ലോസ് കൂടി കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ടാക്സേഷനിലോ ടാക്സ് ലോസ്. അപ്പോൾ 40 മാർക്കിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് വരിക. നമ്മൾ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ ക്ലാസ് നടക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ദർ ഇസ് എ സ്റ്റഡി പ്ലാൻ. അപ്പോൾ എങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ടാക്സ് പേപ്പർ നമ്മൾ സമീപിക്കേണ്ടത്. ഇപ്പോൾ CS മൊത്തത്തിൽ നമ്മൾ CS കോഴ്സിനെ പറ്റി നമ്മൾ അതിൻ്റെ പേപ്പറിൻ്റെ വിശകലനം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ CS പ്രൊഫഷനകത്ത് തന്നെ ടാക്സേഷൻ എന്ന് പറയുന്ന പേപ്പറിന് ടാക്സേഷൻ ഒരു കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ച് ഇൻ ഡെപ്ത് ആയിട്ടുള്ള നോളേജ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചർച്ചയ്ക്കെടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു CS-ൻ്റെ സെക്രട്ടറിയൽ പ്രാക്ടീസിനകത്ത് തന്നെ ടാക്സിന് അത്രത്തോളം വലിയ പ്രാധാന്യം ഉണ്ടാവണമെന്നില്ല. എങ്കിലും നമ്മൾ ടാക്സ് ലോസിനെ പറ്റി ഏതൊരു ഫൈനാൻസ് പ്രൊഫഷണലിനെ പോലെയും ഒരു കമ്പനി സെക്രട്ടറിക്ക് ടാക്സ് ലോസിനെ പറ്റിയിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇൻഡസ്ട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ വലിയ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ് എക്സിക്യൂട്ടീവിലായിക്കോട്ടെ പ്രൊഫഷണൽ ലെവലിലായിക്കോട്ടെ ടാക്സേഷന് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിരിക്കുന്നത്. CS എക്സിക്യൂട്ടീവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടാക്സ് 60 മാർക്കിനാണ്. അതിൽ ഇൻകം ടാക്സ് വളരെ ഡെപ്ത് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈവൻ CA ഫൈനൽ ലെവലിൽ കവർ ചെയ്യുന്ന ഏരിയ വരെ CS എക്സിക്യൂട്ടീവ് ലെവലിൽ ഡയറക്റ്റ് ടാക്സ് സ്റ്റുഡൻസിന് പഠിക്കേണ്ടി വരുന്നുണ്ട്. അത്രയും ഇൻഡെപ്ത് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സമയമെടുത്തേ നമുക്ക് ആ പേപ്പർ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ അത്യാവശ്യമാണ്. എങ്ങനെയാണ് എക്സാമിനേഷന് നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ വിൽ ബി ഡിസ്കസിങ് ടുഡേ. എങ്ങനെയാണ് നമ്മളൊരു എക്സാമിനേഷൻ തയ്യാറെടുക്കേണ്ടത്. ഈ എക്സാമിനേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാടാണ് ടാക്സ് പോലുള്ള ഒരു പേപ്പറിന് പാസ്സായി വരാനായിട്ട്. സോ ഐ വിൽ ബി സജസ്റ്റിംഗ് നമ്മളെപ്പോഴും ഒരു ഇൻഡയറക്റ്റ് ടാക്സിന് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. 40 മാർക്കേ ഉള്ളൂ. 60 മാർക്ക് ഇൻകം ടാക്സ് ആണെങ്കിൽ 40 മാർക്കേ ഉള്ളൂ. എങ്കിലും നമുക്ക് ഇൻകം ടാക്സ് പോലെ കടൽ പോലെ കിടക്കുകയല്ല. നമുക്ക് കുറച്ചുകൂടി കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് GSTയിലേക്ക് വരുമ്പോൾ, ഇൻഡയറക്റ്റ് ടാക്സിലേക്ക് വരുമ്പോൾ. മാത്രവുമല്ല പെട്ടെന്ന് അത്യാവശ്യം നല്ലപോലെ ക്വസ്റ്റ്യൻസ് പഠിച്ച് പരമാവധി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 മാർക്കിൽ നമുക്കൊരു 30-35 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുവഴി ഈ പേപ്പർ തോക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാനും പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇൻകം ടാക്സിലേക്ക് വന്നാൽ ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പാതിയോളം നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് അതിനകത്തുണ്ട്. ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് നമുക്ക് പ്രാക്ടിക്കൽ നോളേജ് കുറവായിരിക്കുമല്ലോ. ഫൈനൽ സ്റ്റുഡൻറ്റ് പോലെ ആയിരിക്കത്തില്ല, പ്രൊഫഷണൽ സ്റ്റുഡൻറ്റ് പോലെ ആയിരിക്കില്ല എക്സിക്യൂട്ടീവ് സ്റ്റുഡൻറ്റ്. അവന് എക്സ്പീരിയൻസ് കുറവാണ്, വർക്ക് നോളേജ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്വന്തം ബുദ്ധിയിലും അറിവിലും
ഇതുവരെയുള്ള എക്സ്പീരിയൻസിലും മനസ്സിലാക്കാൻ പറ്റുന്നതിനുപരിയായിട്ടുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ടീവിൻ്റെ സിലബസിൽ കവർ ചെയ്തിട്ടുണ്ട്. അത്രയും വേണോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇത്രയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റുഡൻറ്റ്? ഇൻകം ടാക്സ് ഇത്രയും കടൽ പോലുള്ള സബ്ജക്റ്റിൽ ഇത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു ചോദ്യം. പക്ഷേ അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോളേജ് കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് എക്സിക്യൂട്ടീവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ സാധാരണ ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സാധാരണ ഏരിയയൊക്കെ നന്നായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് പാതിയോളം ഏരിയ മാർക്ക് 50% ആവുന്നുണ്ട് ഡയറക്റ്റ് ടാക്സിൻ്റെ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് കാര്യമായിട്ട് പഠിച്ചാൽ മച്ച് ബെറ്റർ വി വിൽ ബി ഏബിൾ ടു സ്കോർ മോർ ദാൻ 60 മാർക്സ്. അറിയാമല്ലോ, 60 മാർക്ക് എന്ന് പറയുന്നത് എക്സംഷനുള്ള സ്കോപ്പാണ്. ടാക്സേഷൻ പേപ്പറിൻ്റെ പ്രത്യേകത CS ഒരു കമ്പനി സെക്രട്ടറിക്ക് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട, ഇതുകൊണ്ട് ജീവിക്കേണ്ട ഒരു പേപ്പറൊന്നും അല്ല എങ്കിലും ടാക്സ് പേപ്പറിൽ നമുക്ക് പരാജയപ്പെട്ടു പോയാൽ, ടാക്സിന് നമുക്ക് പരാജയപ്പെട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പേപ്പർ നമ്മളെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം മറ്റ് പേപ്പറുകൾ പോലെയല്ല. നിങ്ങൾ ലോ കൂടുതൽ പഠിക്കുന്ന ആൾക്കാരാണ്, CS നമ്മുടെ സ്റ്റുഡൻസ് കൂടുതൽ ലോ പഠിക്കുന്ന ആൾക്കാരാണ്. ലോ കുറേയൊക്കെ സ്റ്റാറ്റിക്കാണ്, നമ്മളതങ്ങനെ വലിയ കാര്യമായിട്ട് മാറുന്ന കാര്യങ്ങളല്ല. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ലോസും വലിയ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒന്നല്ല. പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ടാക്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് ടാക്സുകൾ ഇടയ്ക്കിടയ്ക്ക് 2 മാസം 3 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇൻകം ടാക്സ് വർഷാവർഷം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ഈ പേപ്പറിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. പേപ്പർ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ പഠിക്കേണ്ടി വരുമ്പോൾ പുതിയ കാര്യങ്ങളാണ് പഠിക്കേണ്ടി വരുന്നത്. അതാണ് ഇതിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കി മാറ്റുന്നത്. നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോയി നമ്മളിത് പഠിക്കുന്ന ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പൂർണ്ണമായിട്ട് നമുക്ക് ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള 2023 സിലബസിനകത്തുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. 2023 പുതിയ സ്കീമിലേക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഡയറക്റ്റ് ടാക്സും ഉൾപ്പെട്ടിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സ് 60 മാർക്കിനാണ്, ഇൻഡയറക്റ്റ് ടാക്സ് 40 മാർക്കിനാണ്. സോ ഒരു ഞാൻ പഠിക്കേണ്ട സ്റ്റഡി പ്ലാൻ ഞാൻ പറഞ്ഞു. സ്റ്റഡി പ്ലാൻ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നന്നായി പഠിക്കേണ്ടത്, നല്ലപോലെ പഠിച്ച് വർക്കൗട്ട് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് ടാക്സ് ഏരിയ ആണ്. 100% പഠിക്കുക. നമ്മൾ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. 100% ഇൻഡയറക്റ്റ് ടാക്സ് നല്ല രീതിയിൽ പഠിക്കുന്നു. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ മോർ ദാൻ 600 ക്വസ്റ്റ്യൻസ് നമ്മൾ വിൽ ബി വർക്കിംഗ് ഔട്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ CS നമ്മൾ വർക്കൗട്ട് ചെയ്യും ഇൻഡയറക്റ്റ് ടാക്സിൽ. അത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് എന്താണ് എന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 40 മാർക്ക് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ എക്സാമിലേക്ക് വരുമ്പോൾ നമ്മളിത് എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. എക്സാം അറ്റൻഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്? എക്സാം അറ്റൻഡ് ചെയ്യേണ്ട രീതി ഇങ്ങനെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏരിയ ആയതുകൊണ്ട് പാർട്ട് 2 നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പാർട്ട് 2 നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏരിയ കാണാം. അതിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ട് നേരെ ഏതിലേക്ക് പോവാം, ഡയറക്റ്റ് ടാക്സിലേക്ക് പോവാം. അപ്പോൾ ഒരു മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് നമുക്ക് മാക്സിമം ഇൻഡയറക്റ്റ് ടാക്സ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1.5-1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടാക്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്കസിങ് പാർട്ട് 2 ഇൻഡയറക്റ്റ് ടാക്സ്, GST ആൻഡ് കസ്റ്റംസ്. 40 മാർക്കിനാണുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. യെസ്, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ റെലവൻറ്റ് സെക്ഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് വിൽ ബി ഒരു ക്വിക്ക് റിവിഷനും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം കേട്ടോ. നോക്കാം. മെസേഴ്സ് എസ് കൺസൾട്ടൻസ്. ഓക്കെ, ഒരു കൺസൾട്ടിങ് സ്ഥാപനമാണ്. ലൊക്കേറ്റഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ GST. സോ അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്. അവരെവിടെയുള്ള ആൾക്കാരാണ്? ഫരീദാബാദ്, ഹരിയാന. സോ ഹരിയാനയിലുള്ള GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു കൺസൾട്ടിങ് ഫേമാണ് എസ് കൺസൾട്ടൻറ്റ്. ആൻഡ് അവർ എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് ആർക്കിടെക്ചറൽ സർവീസസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദേ ആർ പ്രൊവൈഡിങ് സർവീസ് ടു എ കമ്പനി കോൾഡ് J.Limited. ആൻഡ് J.Limited ഈസ് ലൊക്കേറ്റഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ GST. അപ്പോൾ ആ J.Limitedനും എന്തുണ്ട്? GST രജിസ്ട്രേഷൻ ഉണ്ട്. ഈ J.Limitedൻ്റെ സ്ഥലം എവിടെയാണ്? നാഗ്പൂർ ആണ്. നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്ര. സോ ഇവർ ആർക്കിടെക്ചറൽ സർവീസ് പ്രൊവൈഡ് ചെയ്തു. J.Limitedനാണ്. ആർക്കിടെക്ചർ സർവീസ് എന്തുമായി ബന്ധപ്പെട്ടാണ് പ്രൊവൈഡ് ചെയ്തത്? ഫോർ ഇറ്റ്സ് ഹോട്ടൽ ടു ബി കൺസ്ട്രക്റ്റഡ് ഓൺ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ജർമ്മനി. ശ്രദ്ധിക്കണം,
ഓക്കെ, അപ്പോൾ ഒരു ഹോട്ടലിന് ആർക്കിടെക്ചർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ജെ ലിമിറ്റഡിന് ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന് ആർക്കിടെക്ചർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ് എസ് കൺസൾട്ടൻറ്റിനെ സമീപിച്ചത്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ജർമ്മനിയിലാണ്. സോ നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, ഡിറ്റർമൈൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ. ഓക്കെ, ഡിറ്റർമൈൻ ദി പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ നമ്മുടെ CS എക്സിക്യൂട്ടീവിൽ നമുക്ക് GSTയിൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. പ്ലേസ് ഓഫ് സപ്ലൈ GSTയിൽ പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നതിനെ പറ്റിയിട്ടുള്ള പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 10, 11, 12, 13 സെക്ഷനുകളിലാണ് ഓഫ് IGST ആക്ട് 2017. IGST നിയമത്തിലെ 10, 11, 12, 13 സെക്ഷനുകളിലാണ് പ്ലേസ് ഓഫ് സപ്ലൈയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്ലേസ് ഓഫ് സപ്ലൈയിൽ 10ഉം 11ഉം എന്തിനെ പറ്റി പറയുന്നു? പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ പറ്റിയും 12ഉം 13ഉം പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എന്താണ്? സർവീസ് അല്ലേ. സോ നമ്മളിവിടെ ഈ 2 സെക്ഷനുകൾ നോക്കണ്ട, നമ്മൾ നോക്കേണ്ടത് ഏതാണ്? 12ഉം 13ഉമാണ്. ഇനി 12 നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്? 12 എന്ന് പറയുന്ന സെക്ഷൻ അപ്ലൈ ചെയ്യുന്നത് സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ്, സപ്ലൈ ചെയ്ത ആളും സപ്ലൈ റിസീവ് ചെയ്ത ആളും ഇന്ത്യയിലാണ് എങ്കിൽ നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യണം? സെക്ഷൻ 12 ഉപയോഗിക്കണം. സെക്ഷൻ 13 നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ്, സപ്ലയർ ആൻഡ് അല്ല, സപ്ലയർ ഓർ റെസിപ്പിയൻ്റ് എവിടെയാണ്? ഔട്ട്സൈഡ് ഇന്ത്യ. സപ്ലയർ അല്ലെങ്കിൽ റെസിപ്പിയൻ്റ് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മൾ ഏത് സെക്ഷൻ ഉപയോഗിക്കണം? ആരെങ്കിലും ഒരാൾ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ വിൽ ബി യൂസിങ് സെക്ഷൻ 13. സെക്ഷൻ 13 നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സപ്ലയർ ഇവിടെ ആരാണ്? യെസ് കൺസൾട്ടൻറ്റ്. സപ്ലയർ ആരാണ്? യെസ് കൺസൾട്ടൻറ്റ്. യെസ് കൺസൾട്ടൻറ്റ് എവിടെയുള്ള ആളാണ്? ഹരിയാന അല്ലേ, ഫരീദാബാദ്, ഹരിയാന. റെസിപ്പിയൻ്റ് ആരാണ്? റെസിപ്പിയൻ്റ് ജെ ലിമിറ്റഡിൻ്റെ സ്ഥലം ഏതാണ്? നാഗ്പൂർ. അതെവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പോൾ രണ്ടുപേരും എവിടെയാണുള്ളത്? ഇന്ത്യക്കകത്താണുള്ളത്. ഇന്ത്യക്കകത്താണെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 ആപ്ലിക്കബിൾ ആവുക. ഓക്കെ, സോ ഇവിടെ 12 ഇവിടെ നമുക്ക് സെക്ഷൻ 12 നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവുക. ശരി, ഇനി സെക്ഷൻ 12 പ്രകാരം പ്ലേസ് ഓഫ് സപ്ലൈ ഡിറ്റർമിൻ ചെയ്യണം. ഇനി നമ്മൾ നോക്കേണ്ടത് എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്തത്? ലേസ് കൺസൾട്ടൻ്റ് എന്ത് സർവീസാണ് പ്രൊവൈഡ് ചെയ്തത്? ആർക്കിടെക്ചറൽ സർവീസ്. ആൻഡ് ദാറ്റ് ആർക്കിടെക്ചറൽ സർവീസ് ഈസ് ഇൻ റിലേഷൻ ടു എ ഹോട്ടൽ. അപ്പോൾ നമ്മൾ സെക്ഷൻ 12 പഠിക്കുന്നുണ്ട്. സെക്ഷൻ 12 സബ്സെക്ഷൻ 3. സെക്ഷൻ 12 സബ്സെക്ഷൻ 3 ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നത് സെക്ഷൻ 12 സബ്സെക്ഷൻ 3 പ്രകാരമാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസ്, ഇതൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസ് അല്ലേ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആ ഹോട്ടൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അതുമായി ബന്ധപ്പെട്ട സർവീസുകളുടെ പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്ന സെക്ഷൻ ഏതാണ്? 12 സബ്സെക്ഷൻ 3. ഇപ്പോൾ 12 സബ്സെക്ഷൻ 3 പറയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എവിടെയാണോ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത് അതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. ഇവിടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണ്? ജർമ്മനിയിലാണ്, അതായത് ഇന്ത്യക്ക് പുറത്താണ്. പക്ഷേ 12 സബ്സെക്ഷൻ 3 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 12 സബ്സെക്ഷൻ 3 തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. എന്ത്? ഇൻ കേസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യക്ക് പുറത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ യു മേ ടേക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ആസ് ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ഓഫ് സപ്ലൈ ഏതെടുക്കാം? ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് എവിടെയാണ്? ജെ ലിമിറ്റഡ്, നാഗ്പൂർ, മഹാരാഷ്ട്ര. സോ നമ്മുടെ ആൻസർ ഏതാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇവർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യക്ക് അകത്തായിരുന്നുവെങ്കിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എടുത്താൽ മതി. പക്ഷേ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് ഏതാണ് എടുക്കേണ്ടത്? യെസ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? നാഗ്പൂർ, മഹാരാഷ്ട്ര. SM എന്താ? ഈസ് ദ ന്യൂ സിലബസ് ഓർ ഓൾഡ് സിലബസ്? SM അത് കണ്ടന്റ് വൈസ് ന്യൂ സിലബസ് ഓൾഡ് സിലബസ് വ്യത്യാസമൊന്നുമില്ല. ഓൾഡ് സിലബസ് ആയാലും ന്യൂ സിലബസ് ആയാലും പ്ലേസ് ഓഫ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആപ്ലിക്കബിൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഓൾഡ് സിലബസിനും ബാധകമാണ്, ന്യൂ സിലബസിനും ബാധകമാണ്. പക്ഷേ ഇതിൽ ന്യൂ സിലബസിന് നമുക്ക് എഴുത്ത് പരീക്ഷയാണ്. അപ്പോൾ അത് എഴുതേണ്ട രീതി കൂടി നമ്മൾ ഈ ഡിസ്കഷനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്.
ആഫ്റ്റർ ഓൾ ഓൾഡ് സിലബസിനും ന്യൂ സിലബസിനും ഒരുപോലെ യൂസ്ഫുൾ തന്നെയാണ് ഈ സെഷൻ. ഇനി സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ആർക്കിടെക്ചറൽ സർവീസ് പ്രൊവൈഡഡ് ബൈ, അത് സെയിം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പ്രൊവൈഡഡ് ബൈ മെസ്സേഴ്സ് എസ് കൺസൾട്ടൻറ്റ് ടു ജെ ലിമിറ്റഡ് ഇഫ് ഹോട്ടൽ ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ മുംബൈ മഹാരാഷ്ട്ര. അതേ ക്വസ്റ്റ്യന് പറയാണ്, ഹോട്ടൽ മുംബൈയിലായിരുന്നെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ എന്തായിരിക്കും? ഹോട്ടൽ മുംബൈയിലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞുള്ളൂ, ഹോട്ടൽ മുംബൈയിലാണെങ്കിൽ എവിടെയാണ്? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് അതല്ലേ എടുക്കേണ്ടത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മുംബൈയിലാണ്. ഇന്ത്യക്ക് പുറത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻ്റ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന ഇന്ത്യക്ക് അകത്ത് തന്നെയാണ്. സോ ധൈര്യമായിട്ട് നമുക്ക് പറയാം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന മുംബൈയിലായതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ ഏതാണ് എടുക്കുക? മുംബൈ മഹാരാഷ്ട്ര. സെയിം സംഭവം തന്നെയാണ്, ഒറ്റ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ലൊക്കേറ്റ് ചെയ്തത് ജർമ്മനിയിലായിരുന്നു, ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ഓഫ് ദ റെസിപ്പിയൻ്റ് എടുത്തു. രണ്ടാമത്തെ കേസിൽ ഇന്ത്യക്ക് അകത്ത് തന്നെയാണ് ഈ മൂവബിൾ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് മുംബൈ ആസ് എ പ്ലേസ് ഓഫ് സപ്ലൈ. ദെൻ അഗെയിൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. ഡിറ്റർമൈൻ പ്ലേസ് ഓഫ് സപ്ലൈ of architectural service provided by Messrs. S Consultant J Limited if J Limited is not registered under GST. Okay, ഇപ്പോൾ ജെ ലിമിറ്റഡിന് GST രജിസ്ട്രേഷൻ ഇല്ല എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട സർവീസുകളുടെ പ്ലേസ് ഓഫ് സപ്ലൈ നിർണ്ണയിക്കുന്നതിന് റെസിപ്പിയൻറ്റിന് GST രജിസ്ട്രേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജെ ലിമിറ്റഡിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്ലേസ് ഓഫ് സപ്ലൈക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഹോട്ടൽ ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ നാഗ്പൂർ, സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് വരിക. സോ ആൻസർ ഷാൽ ബി എവിടെയായിരിക്കും? നാഗ്പൂർ മഹാരാഷ്ട്ര. എന്ന് വെച്ചാൽ ഹോട്ടൽ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നാഗ്പൂറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ ഏത് തന്നെയാണ് വരിക? നാഗ്പൂർ മഹാരാഷ്ട്ര തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ വരിക, ഒരു മാറ്റവും ഇല്ല. സോ നമ്മൾ 3 ക്വസ്റ്റ്യനും കണ്ടു. 3 ക്വസ്റ്റ്യനും ഒരു സെയിം ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. നിങ്ങൾക്ക് 12 സബ്സെക്ഷൻ 3 അറിയാമെങ്കിൽ ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻ ചെയ്തൂടെ? ഒറ്റ സെക്ഷൻ പഠിക്കണമെന്നേ ഉള്ളൂ. ഒറ്റ സെക്ഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് GSTയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഞാനിപ്പോൾ ഇത്രയും സമയം എടുത്ത് ഈ 3 ക്വസ്റ്റ്യൻ ചെയ്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് അല്ലേ, അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങളൊരു എക്സാമിനേഷൻ ഹോളിൽ 12-3 അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ എത്ര സമയം വേണം ഇത് ചെയ്യാനായിട്ട്? നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് ആൻസർ കിട്ടിയില്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ് ലിമിറ്റഡ് ഈസ് എ മാനുഫാക്ചറർ ഓഫ് ബേക്കറി ആൻഡ് കൺഫെക്ഷണറി പ്രോഡക്ട്സ് ലൈക്ക് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റിൻ്റെ GST റേറ്റ് 12%, കേക്ക്സ് GST റേറ്റ് 18%, സ്വീറ്റ്സ് GST റേറ്റ് 28%. ഓക്കെ, അപ്പോൾ ഇവർ ബേക്കറി നടത്തുന്ന ആൾക്കാരാണ്, മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, പല ടൈപ്പിലുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ GST റേറ്റും തന്നിട്ടുണ്ട്. ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ 2022, യെസ് ലിമിറ്റഡ് ലോഞ്ച്ഡ് എ ദിവാലി ഗിഫ്റ്റ് പാക്ക് കൺസിസ്റ്റിംഗ് ഓഫ് ചോക്ലേറ്റ്സ്, കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ്. സോ ഇവരൊരു ഗിഫ്റ്റ് പാക്ക് തയ്യാറാക്കി വിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ദീപാവലി ആകുമ്പോഴത്തേക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്, മധുര പലഹാരങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട് ദീപാവലിക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ. സോ അവരെന്ത് ചെയ്തു? അങ്ങനെ എന്ത് ചെയ്തു? ഒരു ഗിഫ്റ്റ് പാക്ക് തയ്യാറാക്കി. ആ ഗിഫ്റ്റ് പാക്കിനകത്ത് ഗിഫ്റ്റ് പാക്കിൻ്റെ വില എത്രയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? 2250. ഇൻ ഒക്ടോബർ ആൻഡ് നവംബർ ദ കമ്പനി സപ്ലൈഡ് 50,000 ഗിഫ്റ്റ് പാക്ക് ഇൻ ദി മാർക്കറ്റ്. ഇത്തരത്തിലുള്ള 50,000 ഗിഫ്റ്റ് പാക്കറ്റ് ദേ ഹാവ് സപ്ലൈഡ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സപ്ലൈ ഓഫ് ഗിഫ്റ്റ് പാക്ക് അണ്ടർ GST? ഈ ഗിഫ്റ്റ് പാക്ക് അവർ ഈ ഗിഫ്റ്റ് പാക്ക് ഇവർ തയ്യാറാക്കിയപ്പോൾ ഗിഫ്റ്റ് പാക്കിൽ ദേ ഹാവ് ഇൻക്ലൂഡഡ് ചോക്ലേറ്റ്സ്, കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ്. ചോക്ലേറ്റ്സ്, കേക്ക്സ് ആൻഡ് സ്വീറ്റ്സ് അടങ്ങുന്ന ഒരു ഗിഫ്റ്റ് പാക്കാണ് ദേ ഹാവ് പ്രിപ്പയർഡ് ആൻഡ് സപ്ലൈഡ്. Now the question is, what is the nature of supply? What is the nature of supply? അപ്പോൾ നമ്മൾ CGST നിയമം പഠിക്കുമ്പോൾ CGST Act Section 8. Section 8 is all about composite supply and mixed supply. Composite supply and mixed supplies. Okay, composite supply and mixed supply. Under Section 8, നമുക്ക് composite supply, what are composite supply and what are mixed supply? How to differentiate composite supply and mixed supply? So composite supply means a combination supply, a group of supply. We are supplying goods and services as a group. Okay.
and those supplies and goods and services are naturally bundled, and there is a principal supply. All other supplies in that group are naturally bundled and related to the principal supply. അതായത് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സപ്ലൈ ആണ്. അതിലൊരു മെയിൻ സപ്ലൈ ഉണ്ടാകും, ബാക്കി എല്ലാ സപ്ലൈസും അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറലി അറ്റാച്ച്ഡ് ആയി. ഇനി വാട്ട് ഈസ് മിക്സഡ് സപ്ലൈ? മിക്സഡ് സപ്ലൈ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സപ്ലൈ and items included in that group is not naturally bundled, they are not related to each other, they are independent items. So here ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഇവിടെ എസ് ലിമിറ്റഡ് ബേക്കറി ആൻഡ് കൺഫെക്ഷണറി ഐറ്റംസ് വിൽക്കുന്ന എസ് ലിമിറ്റഡ്, they have prepared a gift item and they have included 3 products. What are those? Chocolates, cakes and sweet. അപ്പോൾ ചോക്ലേറ്റ്, കേക്ക്, സ്വീറ്റ് അടങ്ങുന്ന ഒരു ബോക്സ് അവർ പ്രിപ്പയർ ചെയ്യും. അതങ്ങ് വിൽക്കുകയാണ്. they are supplying it for a consolidated price of 2,250. Now the question is, what is the nature of that supply? അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ടത് എന്താണ്, whether chocolate, sweet and cakes are whether they are related. അപ്പോൾ ഈ പറയുന്ന 3 പ്രോഡക്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇപ്പോൾ ചോക്ലേറ്റ് വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ, അതിൻ്റെ ഭാഗമായിട്ടാണോ കേക്കും സ്വീറ്റും വിൽക്കുന്നത്? അല്ല. സോ ദേ ആർ ഓൾ ഇൻഡിപെൻഡൻറ്റ് പ്രോഡക്ട്സ്. മൂന്ന് ഇൻഡിപെൻഡൻറ്റ് പ്രോഡക്റ്റ് ആണ്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വി ആർ സെല്ലിങ് ഇറ്റ് ടുഗദർ. ഒരു ഒക്കേഷൻ മനസ്സിലാക്കി ഒരു മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ വിൽക്കുന്നു എന്നേ ഉള്ളൂ. വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ കോമ്പോസിറ്റ് സപ്ലൈ, ഇറ്റ് ഈസ് എ മിക്സഡ് സപ്ലൈ. സോ അങ്ങനെ വരുമ്പോൾ ചോക്ലേറ്റ്, കേക്ക്, സ്വീറ്റ് അടങ്ങുന്ന ബോക്സ് അതിനെ നമുക്ക് ഒരിക്കലും എന്തായിട്ട് കണക്കാക്കാൻ കഴിയില്ല. വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ കോമ്പോസിറ്റ് സപ്ലൈ, ഇറ്റ് ഈസ് എ മിക്സഡ് സപ്ലൈ. ഓക്കെ, സോ കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എഗെയിൻ എ ഗ്രൂപ്പ് ഓഫ് സപ്ലൈ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റം ആണ്. അതിലൊരു മെയിൻ ഐറ്റം ഉണ്ടാവും, ബാക്കി ഐറ്റംസ് എല്ലാം ഈ മെയിൻ ഐറ്റത്തോട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതിലൊരു മെയിൻ ഐറ്റം ഉണ്ടാവും, ആ മെയിൻ ഐറ്റത്തോട് റിലേറ്റഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബാക്കി വരുന്ന ഐറ്റംസ്. ഓക്കെ, ഇനി മിക്സഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അതിലുള്ള ഐറ്റംസ് ഒന്നും തന്നെ എന്തല്ല, പരസ്പരം റിലേറ്റഡ് അല്ല. നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, വി ഹാവ് ആസ് എ പാർട്ട് ഓഫ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വി ആർ സെല്ലിംഗ്. സോ ദാറ്റ് ഈസ് കോമ്പോസിറ്റ് സപ്ലൈ ആസ് വെൽ ആസ് മിക്സഡ് സപ്ലൈ. ശരി, അപ്പോൾ ഇൻ ദിസ് കേസ് ദ നേച്ചർ ഓഫ് സപ്ലൈ മെയ്ഡ് ബൈ S limited is mixed supply. Ini next question. Applicable GST rate on gift packet under GST will be. അപ്പോൾ ഈ ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ GST റേറ്റ് എന്താണ്? So here it is given that chocolate is 12%, cake 18% and sweet 28%. മിക്സഡ് സപ്ലൈ ആണെങ്കിൽ ഈ എൻറ്റയർ ബോക്സിന് നമ്മൾ ഏത് റേറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. മിക്സഡ് സപ്ലൈ ആണെങ്കിൽ നമ്മളിവിടെ ഏത് റേറ്റ് അപ്ലൈ ചെയ്യും? കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ആ മെയിൻ സപ്ലൈയുടെ റേറ്റ് ആണ് വിൽ ബി ടേക്കിംഗ്. ദ റേറ്റ് ഓഫ് ദാറ്റ് മെയിൻ സപ്ലൈ വിൽ ബി ടേക്കൺ. ബട്ട് ഇൻ കേസ് ഓഫ് മിക്സഡ് സപ്ലൈ വി നീഡ് ടു ടേക്ക് ദ ഹയസ്റ്റ് എമംഗ് ദി ഗിവൺ റേറ്റ്സ്. ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഉള്ള റേറ്റ് 12%, 18%, 28%. സോ ഹയസ്റ്റ് റേറ്റ് എത്രയാണ്? 28%. Okay. Then next question. If S Limited supplying their food products separately to different vendors. S Limited supplying their food products separately to different vendors. Then rate of GST will be. Food products separately ആണ് വിൽക്കുന്നതെങ്കിൽ at the rate of 12% for chocolates, cakes and sweets, at the rate of 18% for chocolates, cakes and sweets, at the rate of 28% for chocolates, cakes and sweets, at the rate of 12% chocolates, 18% cakes and 28% for sweets. Okay. S Limited supplying their food products, okay, separately to different vendors. Okay. ഫുഡ് പ്രോഡക്റ്റ് അവർ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കുന്നു. സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ചോക്ലേറ്റ് വേറെ, കേക്ക് വേറെ, സ്വീറ്റ് വേറെ, മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വി ആർ സെല്ലിംഗ്. ദെൻ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് GST? സോ ഇൻ ദിസ് കേസ് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് റേറ്റ് ആണ് അപ്ലൈ ചെയ്യുക. സോ 12% ഫോർ കേക്ക് ചോക്ലേറ്റ്, 18% ഫോർ കേക്ക്സ് ആൻഡ് 28% ഫോർ. So
If you know section 8 of CGST Act, നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. Section 20, question 22. Next question. Yes, a practicing company secretary is located in Gurgaon, Haryana. Gurugram. Okay, Gurugram, Haryana. So he is located at Haryana. Okay. She has returned to India from USA. So she came from USA. He provides the following information. Okay. Value of supply of services and goods in Delhi. So she supplied goods and services worth rupees 15 lakhs at Delhi. Value of exempt supply of goods in Gurugram, Haryana, 15 lakh. Again, she supplied an exempt, she made an exempt supply of goods in Gurugram amounting to 15 lakhs. Then value of exempt supply of goods in Ghaziabad, Uttar Pradesh, 8 lakhs. So she made a total supply of 38 lakhs. So first question is, yes, requires registration under GST. Okay. Yes, requires registration under GST. നോക്കൂ, രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റിനെ പറ്റി CGST നിയമത്തിൽ, ഓക്കെ, CGST ആക്ടിൽ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റിനെ പറ്റി പറയുന്ന സെക്ഷൻസ് സെക്ഷൻ 22 ആൻഡ് സെക്ഷൻ 24. 22ലും 24ലുമാണ്, 22 ആൻഡ് 24ലാണ് രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എപ്പോഴാണ് രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? So where a person is engaged in intra-state supply, if a person is engaged in intra-state supply of goods or services, intra-state supply of goods or services, he is liable to apply for registration if his aggregate turnover exceeds 20 lakhs. If a person is engaged in intra-state supply means within the state, then he is liable to apply for registration if his aggregate turnover crosses rupees 20 lakhs. But if he is located at certain special category states like Manipur, Mizoram, Nagaland and Tripura, the limit is reduced to 10 lakhs. So if his turnover crosses, if it exceeds 10 lakhs, then we need to apply for registration. So മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ GST രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ലിമിറ്റ് എത്രയായിട്ട് കൂടുന്നു എന്നുള്ളതാണ്. 10 ലക്ഷം ക്രോസ് ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര അല്ലേ, ഇങ്ങനെയുള്ള കർണാടക ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ 20 ലാഖ് ക്രോസ് ചെയ്താൽ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഇനി ഇതേ സെക്ഷൻ 22ൽ തന്നെ ദർ ഇസ് എ പ്രൊവിഷ്യോ. അപ്പോൾ അതിലൊരു തേർഡ് പ്രൊവിഷ്യോ ആയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. വേണമെങ്കിൽ the limit can be enhanced to 40 lakhs. Central government can enhance the limit for registration to 40 lakh if the GST council permits. GST councilന്റെ പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? 40 ലക്ഷമായിട്ട് ഉയർത്താം. സോ അങ്ങനെ GST കൗൺസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനൊരു അംഗീകാരം കൊടുക്കുകയും സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഇൻക്രീസ്ഡ് ദ ലിമിറ്റ് ടു 40 lakhs provided there are conditions. The first condition is the supplier shall be engaged exclusively in supply of goods. Goods supply ചെയ്യുന്നവർക്ക് മാത്രമേ ഈ 40 lakhsന്റെ ലിമിറ്റ് ബാധകമാവുകയുള്ളൂ എന്നുള്ളതാണ്. So if you are engaged only in supply of goods, then the limit shall be enhanced to 40 lakh. 40 lakh ഇപ്പോൾ ഞാനിവിടെ കേരളത്തിലുള്ള ആളാണ്, ഞാൻ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ആളാണ്, ഗുഡ്സ് മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ, ഐ എം നോട്ട് അറ്റ് ഓൾ സപ്ലൈയിങ് സർവീസസ്, ദെൻ മൈ limit for applying GST registration is 40 lakhs. If it crosses 40 lakhs, I am liable. If it is 40 lakhs or less, then I don't need to apply for GST registration. So ഇതാണ് GST രജിസ്ട്രേഷൻ്റെ പരിധിയെ പറ്റി പറഞ്ഞു. ഇത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. It is given under section 22. എന്നാൽ if you are making interstate supply, the limit is not applicable. അവിടെ നമുക്ക് ലിമിറ്റ് ബാധകമല്ല. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ you are compulsorily you are required to
make application for GST registration. അവിടെ ഈ 10 lakh 20 lakh 40 lakh limit is not applicable at all. So ഇവിടെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. Yes, a practicing company secretary, that means she is a company secretary ആകുമ്പോഴത്തേക്കും കമ്പനി സെക്രട്ടറി ചെയ്യുന്ന ജോലി എന്താണ്? സപ്ലൈ ഓഫ് സർവീസസ് തന്നെയല്ലേ? യെസ്. ഷീ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഷീ ഹാസ് റിട്ടേൺഡ് ടു ഇന്ത്യ ഫ്രം വെയർ? ഫ്രം USA. USA ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, ആയിക്കോട്ടെ. He provides the following information. Value supply of services goods in Delhi. Services and goods എന്നായിരിക്കും. Services and goods. So she made a supply of services as well as രണ്ടും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഗുഡ്സും സപ്ലൈ ചെയ്യുന്നുണ്ട്, സർവീസും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടും സപ്ലൈ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 40 lakhs ആനുകൂല്യം ലഭിക്കുമോ? വെദർ വി ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് 40 lakhs? നോ. എക്സ്ക്ലൂസീവ്ലി ഗുഡ്സ് ആണെങ്കിൽ മാത്രമേ 40 lakhs ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ സർവീസ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് 40 lakhs പറ്റത്തില്ല. സോ ലിമിറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു എത്രയാണ്? 20 lakh ക്രോസ് ചെയ്യുമ്പോൾ തന്നെ എടുക്കും. പിന്നെ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര ആണെന്നുണ്ടെങ്കിൽ 10 lakh ക്രോസ് ചെയ്യുമ്പോൾ എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതല്ലല്ലോ. Then value of exempt supply of goods in Gurugram, then she made a exempt supply of goods എത്രയുണ്ട്? 15 lakhs. Aggregate turnover എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ ക്രോസസ് 20 lakhs എന്നാണ്. അപ്പോൾ ടേൺ ഓവർ എന്ന് പറയുന്നതിനകത്ത് ടാക്സബിൾ സപ്ലൈ വരുന്നുണ്ട്, എക്സംപ്റ്റ് സപ്ലൈ വരുന്നുണ്ട്, എക്സ്പോർട്ട് സപ്ലൈ വരുന്നുണ്ട്, ഇന്റർസ്റ്റേറ്റ്, എവറിത്തിങ് വിൽ ബി കൗണ്ടഡ്. So taken for in order to identify the exempt supply. അപ്പോൾ ഈ കേസിൽ 15 + 15 എത്രയായി? 30 ആയി. സോ നമ്മൾ എക്സംപ്റ്റ് സപ്ലൈയുടെ എമൗണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രിഗേറ്റ് ടേൺ ഓവറിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഓൾറെഡി എത്ര ക്രോസ് ചെയ്ത് കഴിഞ്ഞു? 20 lakh ക്രോസ് ചെയ്തു. സോ ഷീ ഈസ് ലയബിൾ ഫോർ രജിസ്ട്രേഷൻ. ഇനി ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷീ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഹരിയാനയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എവിടെയാണ് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? ഹരിയാനയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി വാല്യൂ സപ്ലൈ ആൻഡ് സർവീസ് ആൻഡ് ഗുഡ്സ് ഇൻ ഡൽഹിയിലാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഹരിയാനയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിൽ സപ്ലൈ ചെയ്താൽ, ഹരിയാനയിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഡൽഹിയിൽ സപ്ലൈ ചെയ്താൽ ഇറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ആൻ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. അതൊരു ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ആയ സ്ഥിതിക്ക് ഇനി അവിടെ ലിമിറ്റേ ബാധകമല്ല. ഓക്കെ, ഇനി അത് ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ, ഇനി ഇന്റർസ്റ്റേറ്റ് അല്ല, ഇപ്പോൾ ഡൽഹിയിലും കൂടി വന്ന് നിന്നുകൊണ്ടാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ ഹരിയാനയിലും ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് ഹരിയാനയിൽ ഓഫീസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഡൽഹിയിൽ വന്ന് ഓഫീസ് തുടങ്ങിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. അത് ക്വസ്റ്റനിൽ ഇവിടെ എന്തല്ല, ക്ലിയർ അല്ല. ഡൽഹിയിൽ വന്ന് നിന്നുകൊണ്ടാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് ക്ലിയർ ഫ്രം ദ ക്വസ്റ്റ്യൻ. സോ വി ക്യാൻ അസ്യൂം ഇൻ ദാറ്റ് വേ ഓൾസോ ഷീ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഷീ ഈസ് ഹാവിങ് ആൻ ഓഫീസ് അറ്റ് ഡൽഹി ഓൾസോ. ബട്ട് ഇറ്റ്സ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. വി ക്യാൻ അസ്യൂം ദാറ്റ്. ദെൻ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ഖാസിയാബാദ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ ഇനി അടുത്തതുപോലെ എന്ത് ചെയ്യാണ്? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം എന്താണ്? ഉത്തർപ്രദേശിലും ഷി ഹാസ് മെയ്ഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഫ്രം ഹരിയാന ടു ഖാസിയാബാദ്, ഓർ ഷി ഹാസ് കം ടു ഖാസിയാബാദ് ഫോർ മേക്കിംഗ് ദി സപ്ലൈ ആൻഡ് ഷി ഈസ് നൗ ലൊക്കേറ്റഡ് അറ്റ് ഖാസിയാബാദ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു അസംഷൻ എടുക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, യെസ് റിക്വയർസ് രജിസ്ട്രേഷൻ അണ്ടർ GST ഇൻ, എവിടെയാണ് ഇവർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? സോ ഹരിയാനയിൽ മാത്രമാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടെ എടുത്താൽ മതി? ഹരിയാനയിൽ മാത്രം എന്ത് ചെയ്താൽ മതി? രജിസ്ട്രേഷൻ എടുത്താൽ മതി. എന്ന് പറയുമ്പോൾ ആൻസർ ഏതാണ് വരിക? ഗുരുഗ്രാം, ഹരിയാന ഉള്ളി. അപ്പോൾ ഡൽഹി ഉള്ളി എന്നുള്ളത് തെറ്റാണ്. ഖാസിയാബാദ് എന്നുള്ളത്. ഇനി ഓൾ 3 സ്റ്റേറ്റ്സ് ആണോ എന്ന് ചോദിച്ചാൽ ഏത് ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു അസംഷൻ നമുക്ക് എടുക്കേണ്ടി വരും. ഈ 3 ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 എന്ത് ചെയ്യേണ്ടി വരും? രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. സോ ഇവിടെ നമ്മളിപ്പോൾ ലൊക്കേറ്റഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എവിടെ മാത്രമാണ്? ഗുരുഗ്രാം, ഹരിയാനയിലാണ്. സോ അതുകൊണ്ട് നമുക്ക് ആൻസർ ഏതിലേക്ക് പോകാനാണ് നല്ലത്? ഗുരുഗ്രാം, ഹരിയാന. ഇഫ് SA has returned to India from USA, then what is the duty free allowance under baggage rules? ഇത് ഒരു കസ്റ്റംസ് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബാഗേജ് റൂൾസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് US നിന്ന് വരുന്ന ഒരാൾക്ക് നമുക്ക് എത്രയാണ് ബാഗേജ് റൂൾസിലെ ഡ്യൂട്ടി ഫ്രീ അലവൻസ്? ഇറ്റ് ഈസ് 50,000, 50,000 രൂപയുടെ ഡ്യൂട്ടി ഫ്രീ അലവൻസ്. ഡ്യൂട്ടി ഫ്രീ അലവൻസ് എന്ന് വെച്ചാൽ 50,000 രൂപ, 50,000 rupees ഗുഡ്സ് ഷീ ക്യാൻ ബ്രിങ് അലോങ് വിത്ത് ഹർ. If she is coming from USA, she can bring goods worth rupees 50,000. She is not liable to pay any customs duty. Customs duty pay ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം? 50,000 രൂപ വില വരുന്ന ഗുഡ്സ് എന്ത് ചെയ്യാം? ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 50,000 രൂപ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Messrs. SAS Properties is a registered person.
So she's registered. SAS Properties is a registered person under GST. Its main business is renting of various immovable properties owned by them. Then SAS Properties are involved in import and export of following collections are made in the course of business during the month of December 2022. Okay. Building let to a multiplex. So renting of immovable property ആണ് 5 ലക്ഷം രൂപയുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഒരു സർവീസാണ്. ആക്ച്വലി ഇറ്റ്സ് എ ടാക്സബിൾ സർവീസ്. Premise led to a Save the Smile, a charitable trust. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എഗെയിൻ ഇതൊരു സർവീസാണ്. 45,000. Land let for use by Indian Asian Circus 90,000. House let to individual for residential purpose. നോക്കൂ, വീട് വാടകയ്ക്ക് കൊടുക്കുന്നു. റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്താൽ ഇറ്റ്സ് ആൻ എക്സംപ്റ്റ് സർവീസ് എന്നാണ് പറയുക. ഇതൊരു എക്സംപ്റ്റ് സർവീസാണ്. എക്സംപ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ എന്ത് വരില്ല? GST വരില്ല. ദെൻ വേക്കൻറ്റ് ലാൻഡ് ലെറ്റ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭൂമി വാടകയ്ക്ക് കൊടുത്താൽ, again that is also an exempt supply. Land given on lease to T Limited for construction of a commercial complex, ഇതൊരു taxable service ആണ്. Building let to professional course coaching center, ഇതൊരു taxable supply ആണ്. Building let to a resort and spa, taxable supply ആണ്. സോ ഇതിൽ taxable supply ആണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. സോ ഇതെല്ലാം taxable ആണ്. So 5 lakh plus 45,000 plus 90,000, 2 lakh എടുക്കേണ്ട ആവശ്യമില്ല, 40,000 എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ 10 lakh ടാക്സബിൾ സപ്ലൈ ആണ്. 45,000 taxable supply ആണ്. Then 15 lakh taxable supply ആണ്. You are required to calculate GST payable by SAS Properties. GST rate applicable 18%. SAS Properties also want to know which charges are levied by Port Authority if goods are not cleared. SAS Properties is involved in import and export of goods. Okay. ശരി, ഓക്കെ. അതപ്പോൾ നമുക്ക് ആദ്യം GST നിന്നുള്ള ക്വസ്റ്റൻ ആണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്രയാണ് GST കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ. സോ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എല്ലാം എക്സ്ക്ലൂഡിങ് GST. ഈ തന്നിരിക്കുന്ന എമൗണ്ടിനുള്ളിൽ എന്തില്ല? GST ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് GST ഇല്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് വരുന്നത്, ടോട്ടൽ എമൗണ്ട് ടാക്സബിൾ വാല്യൂവിൻ്റെ ടാക്സബിൾ വാല്യൂ ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദി ടാക്സബിൾ വാല്യൂ. അതിന് വേണ്ടിയിട്ട് ടാക്സബിൾ സർവീസസിൽ നിന്നുള്ള നമ്മുടെ കൺസിഡറേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. സോ അതിവിടെ എത്ര വരുന്നുണ്ട്? 5 lakh പ്ലസ് 45,000, 5 45, യെസ്, പ്ലസ് 90,000, സോ 6,35,000. പിന്നെ 10 ലക്ഷം, 10 lakh പ്ലസ് again 45,000 plus then 15 lakh. എല്ലാം കൂടി ടോട്ടൽ വാല്യൂ എത്ര വരുന്നുണ്ട്? വാല്യൂ ഓഫ് സപ്ലൈ 31,80,000, 31,80,000. സോ ഇതിൻ്റെ 18% നമുക്ക് GST വരിക. സോ GST amount shall be GST വന്നിട്ട് 5,72,400, 5,72,400 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യെസ്. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റിങ്ങിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുന്ന GST ലൈബിലിറ്റി വന്നിട്ട് 5,72,400. ഇവിടെ രണ്ട് കാര്യങ്ങൾ എക്സംപ്റ്റഡ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന്, റെസിഡൻഷ്യൽ പർപ്പസിന് വീട് കൊടുക്കുന്നതാണ്. ഈ ഹൗസ് ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് ടു ഇൻഡിവിജ്വൽസ് 2 lakh, ദാറ്റ് ഇസ് എൻ എക്സംപ്റ്റഡ് സപ്ലൈ. അതുപോലെ തന്നെ വേക്കൻറ്റ് ലാൻഡ് ലെറ്റ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് 40,000, അതും എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ബാക്കിയെല്ലാം ടാക്സബിൾ ആണ്. അതിൻ്റെ മേളിൽ എന്ത് വരുന്നുണ്ട്? GST വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ABC is a garment manufacturer registered under GST. It received a government order for making garments for different armed forces.
exempted from GST under a special notification by Government of India. So ഈ ഗാർമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ABC. So they have received an order for manufacturing uniform for armed force. ആംഡ് ഫോഴ്സിലുള്ളവർക്ക് ഇപ്പോൾ പട്ടാളക്കാർക്കൊക്കെ യൂണിഫോം മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു ഓർഡർ അവർക്ക് കിട്ടി. ഫോർ വിച്ച് ഇറ്റ് പ്രൊക്യൂർഡ്. സോ ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ദേ ഹാവ് പ്രൊക്യൂർഡ് ഫാബ്രിക് സെപ്പറേറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് അവർ പ്രൊക്യൂർ ചെയ്തു. ടു എക്സിക്യൂട്ട് ദി വർക്ക് മെസ്സേഴ്സ് ABC ഓൾസോ പ്രൊക്യൂർഡ്. ഇപ്പം യൂണിഫോം ആകുമ്പോൾ അതിന് ബട്ടൺസ് ഒക്കെ വേണ്ടേ. സോ ബട്ടൺസ്, ത്രെഡ്, കോളർ, ലൈനിങ് മെറ്റീരിയൽ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. ടു ബി യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ഇൻ ദി ഫാക്ടറി. ഓക്കെ, അപ്പോൾ ഇത് ഈ ബട്ടൺസ്, ത്രെഡ്, കോളർ, ലൈനിങ് മെറ്റീരിയൽ എല്ലാം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേടിച്ച ബട്ടൺസ്, കോളർ, ത്രെഡ്, ലൈനിങ് മെറ്റീരിയൽ ദേ ആർ യൂസിങ് ദോസ് ഐറ്റംസ് നോട്ട് ഓൺലി ഫോർ യൂണിഫോം, ആംഡ് ഫോഴ്സിൻ്റെ യൂണിഫോം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മറ്റ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഡ്രസ്സുകൾ മാനുഫാക്ചർ ചെയ്യുവാനും they will be using these buttons and collars, lining materials etc. പിന്നെ ഇത്തരം ഐറ്റംസ് മേടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി they will be paying input tax. So input tax credit available in respect of thread, buttons, collars for the month of December 2022 was rupees 50,000, 90,000 and 1 lakh respectively. Okay, അപ്പോൾ അവർ മൊത്തം എത്ര രൂപ പേ ചെയ്തിട്ടുണ്ട്? 50,000, 90,000, 1 ലക്ഷം. അപ്പോൾ ടോട്ടൽ ITC, ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ 2,40,000. 2,40,000 രൂപയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇപ്പോൾ അവർക്ക് എന്താണ് അവൈലബിൾ ആണ്. ആൻഡ് ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈ, ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റ് സപ്ലൈ ഡ്യൂറിങ് ദ മന്ത് വെയർ 20 lakhs and 2 lakhs റെസ്പെക്റ്റീവ്ലി. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സബിൾ സപ്ലൈയും ചെയ്തിട്ടുണ്ട്, എക്സംപ്റ്റ് സപ്ലൈയും ചെയ്തിട്ടുണ്ട്. അവർ 20 lakh rupeesൻ്റെ ടാക്സബിൾ ഗാർമെൻറ്റ്സ് വിറ്റിട്ടുണ്ട്, 2 lakh rupeesൻ്റെ എക്സംപ്റ്റ് ഗാർമെൻറ്റ് വിൽക്കുന്നുണ്ട്. ആംഡ് ഫോഴ്സിൻ്റെ യൂണിഫോം ഒരു എക്സംപ്റ്റ് സപ്ലൈ ആണ്. ക്വസ്റ്റിന് തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ബൈ ഫ്രം GST അണ്ടർ എ സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആംഡ് ഫോഴ്സിൻ്റെ യൂണിഫോം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അതൊരു എക്സംപ്റ്റ് സപ്ലൈ ആണെന്നുള്ളത് നോട്ടിഫിക്കേഷന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ 2 ലക്ഷം രൂപയുടെ യൂണിഫോം വിറ്റു, 20 ലക്ഷം രൂപയുടെ മറ്റ് പ്രോഡക്റ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റു. കാൽക്കുലേറ്റ്, it is asked that to calculate the eligible ITC that can be availed by Messrs ABC for the month of December 2022 in respect of thread, buttons and collar. അപ്പോൾ ഇതിനു വേണ്ടി ഇവർക്ക് എത്ര ITC കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ടോട്ടൽ ITC 2,40,000 ആണ്, 2,40,000. സോ 2,40,000 ITC പക്ഷേ ത്രെഡിനും കോളറിനും ബട്ടണിനും വേണ്ടി മുടക്കിയതാണ് ഈ 2,40,000. പക്ഷേ ത്രെഡും കോളറും ബട്ടണും ടാക്സബിൾ സപ്ലൈക്കും എക്സംപ്റ്റ് സപ്ലൈക്കും രണ്ടിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ എലിജിബിൾ ITC, ടോട്ടൽ എലിജിബിൾ ITC ഈക്വൽ 2,40,000 ഇൻറ്റു 2,40,000 ഇൻറ്റു ടാക്സബിൾ സപ്ലൈ എത്രയുണ്ട്, 20 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ സപ്ലൈ എത്രയുണ്ട്, 22 lakhs. സോ എത്ര വരുന്നുണ്ട്, 2,18,182. 2,40,000 ആണ് ഇവർ മൊത്തം മുടക്കിയിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് എങ്കിലും 2,18,182 ഇവർക്ക് മൊത്തം കിട്ടുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. S Private Limited, a company engaged in manufacturing of auto parts and spares, having registered office and factory located at Udaipur. Okay, so S Private Limited is a company. They are engaged in manufacturing what? Auto parts and spares, and they are having a registered office at and factory located at Udaipur, Rajasthan. Then has got himself registered under, and they got registered under composition scheme. They have opted composition scheme for the purpose of GST. Company furnishes the following information details and the total value of supply including inward supplies taxed under reverse charge basis for the financial year 22-23. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഓട്ടോ സ്പെയർസ് V യൂണിറ്റ്സ് ചാർജബിൾ ടു GST. സോ ടാക്സബിൾ സപ്ലൈ ആണ്, 38 ലക്ഷം രൂപയുടെ ടാക്സബിൾ സപ്ലൈ അവർ ചെയ്തിട്ടുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഓട്ടോ സ്പെയർസ് X ചാർജബിൾ ടു GST at 5%, 32 lakhs മറ്റൊരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻവേർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് പേയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ് ഹാവിംഗ് GST റേറ്റ് 18%, 10,60,000.
Intra-state supply wholly exempt from under section 11 CGST Act 17,40,000. Determine tax liability of S Private Limited payable under composition and gross total tax liability for financial year 22-23. So composition scheme ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ മാനുഫാക്ചറേഴ്സ് ആണ്. ദേ ആർ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്. സോ ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഓട്ടോ പാർട്സ് ആൻഡ് സ്പെയർസ്. ഒരു കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക നമുക്ക് നോക്കാം. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ആൾക്കാർക്ക് കോമ്പോസിഷൻ സ്കീമിന് അർഹതയുണ്ട്. അപ്പോൾ അവർ ടാക്സ് പേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ CGST 0.5%, SGST 0.5% ഓഫ് ദി ടോട്ടൽ ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ്. മൊത്തം ടേൺ ഓവർ, ഒരു സ്റ്റേറ്റിലെ മൊത്തം ടേൺ ഓവറിൻ്റെ 0.5% CGST 0.5% എന്താണ്? ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ ആണ് ഇവിടെ എടുക്കുന്നത്. ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈയുടെ 0.5%. ഇവിടെ ടോട്ടൽ ഔട്ട്വേർഡ് സപ്ലൈ എത്ര ഉണ്ട്? 38 lakh ഒരു ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്, 32 lakh ഒരു ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്. ദെൻ ഇവിടെ ഒരു എക്സംപ്റ്റ് സപ്ലൈ കൂടിയുണ്ട്, 17,40,000. നമ്മൾ മാനുഫാക്ചറേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ആഡ് ചെയ്തെടുക്കേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോൾ 38 + 32 + 17.4, സോ മൊത്തം 87 ടോട്ടൽ ടേൺ ഓവർ in the state 87,40,000, 87,40,000. സോ അതിൽ CGST എത്രയാണ് വരിക? 87,40,000ൻ്റെ 0.5%, 87,40,000ൻ്റെ 0.5%. $43,700. അതുപോലെ SGST 87,40,000ൻ്റെ 0.5%, അതും എത്ര വരുന്നുണ്ട്? 43,700. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 87,400 ആണ് ഇവർക്ക് വരുന്ന ലൈബിലിറ്റി. സോ കോമ്പോസിഷൻ സ്കീമിൽ ഇവർ ടാക്സ് പേയബിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 87,400. വൺ മോർ ക്വസ്റ്റ്യൻ. ആൻഡ് ദി ഗ്രോസ് ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി. ഗ്രോസ് ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇവിടെ പറയുന്നുണ്ട് ഇൻവേർഡ് സപ്ലൈ ഓൺ വിച്ച് ടാക്സ് പേയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താലും നമുക്ക് RCM ലൈബിലിറ്റി അതേപടി തന്നെ നിലനിൽക്കും. കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്താൽ നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ മേളിലുള്ള ലൈബിലിറ്റി കമ്പ്യൂട്ടേഷൻ മാത്രമേ മാറുന്നുള്ളൂ. ആൻഡ് വി കനോട്ട് കളക്ട് ടാക്സ് ഫ്രം അവർ കസ്റ്റമേഴ്സ് ഓർ ക്ലയൻറ്റ്സ്. പക്ഷേ ഇൻവേർഡ് സപ്ലൈ RCM വഴിയുള്ള ഇൻവേർഡ് സപ്ലൈ ലൈബിലിറ്റി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അത് നമ്മൾ പേ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ GST പേയബിൾ അണ്ടർ RCM എത്ര വരുന്നുണ്ട്? 10,60,000. സോ 10,60,000 എത്ര പെർസെൻറ്റേജ് ആണ്? 18%. ക്വസ്റ്റിന് പറയുന്നുണ്ട്. സോ 10,60,000ൻ്റെ 18%, 1,90,000, 1,90,800. സോ ടോട്ടൽ GST ലൈബിലിറ്റി, ഗ്രോസ് ലൈബിലിറ്റി 87,400 + 1,90,800, 87,400. സോ എത്ര വരുന്നുണ്ട്? 2,78,200, 2,78,700. ഇതാണ് നമ്മുടെ ഗ്രോസ് ടാക്സ് ലൈബിലിറ്റി. ഇതാണ് ആൻസർ. ഈ കോമ്പോസിഷൻ സ്കീമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഏബിൾ ടു സ്കോർ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈസിയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. നമുക്ക് വളരെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ, ഈസി ആയിട്ട് ചെയ്തു പോകാൻ ഇത്രയും സമയമൊന്നും എടുക്കത്തില്ല. കാരണം നമ്മൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ട് പോലും നമുക്ക് വിത്തിൻ ഹാഫ് ആൻ അവർ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് പോസിബിൾ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതിനാണ്? GST. ഇത് ഇത്രയും സ്പീഡിലോ ഇത്ര സമയം കുറച്ചോ നമുക്ക് ഒരിക്കലും എന്തിന് പറ്റത്തില്ല. ഇൻകം ടാക്സിൽ ഇപ്പോൾ പറ്റണമെന്നില്ല. സോ മാക്സിമം കോൺസെൻട്രേഷനും പഠിത്തം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇൻഡയറക്റ്റ് ടാക്സിൽ പഠിച്ചാൽ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വി കുഡ് പാസ് ഈസിലി. നമുക്ക് അതൊരു സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്.
ഇതിപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ ഈ റിവിഷൻ ഇത്തരത്തിലുള്ള യൂട്യൂബ് ലൈവിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ ഒന്നും നമുക്ക് കാര്യമായിട്ട് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് ഒന്നും മനസ്സിലാവാനൊന്നും പോണില്ല. ഓക്കെ, കാരണം ഞാനിപ്പോൾ ഇതിനകത്ത് ഇതിനകത്തുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാണ്, പറയുന്നു, എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. എങ്ങനെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം അതിൻ്റെ റെലവൻറ്റ് പ്രൊവിഷൻ മാത്രം സ്പീഡിൽ പറഞ്ഞു പോകുന്നതാണ്. ഇത് നമുക്ക് ആദ്യമായിട്ട് ഒരാൾ ഫസ്റ്റ് ടൈം വ്യൂ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ എന്താണ് സംഭവം, ഞാൻ ആ സെക്ഷൻസ് അവിടെ നിന്ന് പറയുന്നു, ഇവിടെ നിന്ന് പറയുന്നു, ഇന്ന എക്സംഷൻ ഉണ്ട്, അതൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് ക്ലാസ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് നോട്ടുകൾ വായിക്കുക, കൃത്യമായിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇത് മാത്രമേ ഉള്ളൂ വഴി. അതിനുശേഷം നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യനുകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് ഇതിനെപ്പറ്റി ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ നമ്മളൊരു ഇത് കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണമെന്നില്ല, പഠിക്കാൻ പറ്റണമെന്ന് ഇല്ല. ഓക്കെ, നമുക്ക് ഇനി കുറച്ച് ഇൻകം ടാക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ലെറ്റ്സ് വർക്കൗട്ട്. Okay, Mr. Sunil, a resident individual. So, Sunil ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്, ഏജ്ഡ് 43 years. ഇൻകം ടാക്സിൽ പ്രായം, പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽസിൻ്റെ ഏജ് വളരെ ക്രൂഷ്യലാണ്. എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ, based at Delhi, earned an income from profession. So, his income from profession is 32 lakh. Interest on bank deposits 2 lakh, includes interest on SB interest 30,000. He deposits 1,20,000 in public provident fund. Compute his taxable income for assessment year 23-24, assuming assessee has not opted for section 115 BSc. ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇതാണ് ചോദ്യം. സോ ഇവിടെ സുനിൽ, an engineer by profession based at Delhi, earned an income from profession of 32 lakh. So income from profession ആകുമ്പോൾ PGBP ഇൻകം ആണ്. PGBP ഇൻകം എത്രയുണ്ട്? 32 lakhs. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്, സോ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ ഇൻകം ഉണ്ട്? SB ഇൻട്രസ്റ്റ്, SB ഇൻട്രസ്റ്റ് 30,000. FD ഇൻട്രസ്റ്റ് റിമൈനിങ് എമൗണ്ട് എത്രയാണ്? ടോട്ടൽ 2 lakh ആണ്. സോ അങ്ങനെ വരുമ്പോൾ 1,70,000. സോ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരുന്നുണ്ട്? 32 lakh പ്ലസ് 2 lakh എത്ര വരുന്നുണ്ട്? 34 lakh. Then it is given that he has deposited 1,20,000 in public provident fund. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് ഡിഡക്ഷൻ? 80C ഡിഡക്ഷൻ. പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട് 1,20,000. 43 വയസ്സുള്ള ആളാണ്, അയാൾക്ക് SB ഇൻട്രസ്റ്റ് ഉണ്ട്. SB ഇൻട്രസ്റ്റ് 43 വയസ്സുള്ള സീനിയർ സിറ്റിസൺ അല്ലാത്തവർക്ക് SB ഇൻട്രസ്റ്റ് കിട്ടിയാൽ ദേ കുഡ് ക്ലെയിം 10,000. ഇത് 80C പ്രകാരം, ഇത് 80 TTA പ്രകാരം 10,000 ക്ലെയിം ചെയ്യാം. സോ ടോട്ടൽ ഇൻകം എത്ര വരുന്നുണ്ട്? 34 lakh ആണ് ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം. അതിൽ നിന്ന് 1,20,000 അതുപോലെ തന്നെ 10,000, 1,30,000 കുറച്ചാൽ ബാക്കി എത്ര വരുന്നുണ്ട്? 32,70,000. 32,70,000 ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഉണ്ടോ? 3210, 3250, 3260. സോ ആൻസർ ഈസ് 32,70,000. 32,70,000 രൂപയാണ് ആൻസർ. ദെൻ നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദി ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എ? Mr. Sunil in question number 1. ഇനി മേളത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാസ് ഓപ്റ്റഡ് ഫോർ 115 BSc, ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സുനിലിൻ്റെ ആൻസർ എത്ര വന്നനെ എന്നുള്ളതാണ്. ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്താൽ നമുക്ക് ചാപ്റ്റർ 6 ഡിഡക്ഷൻ പോലുള്ള പല ഇളവുകളും എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല എന്നുള്ളതാണ്. സോ ഇവിടെ സുനിലിന് എന്ത് കിട്ടത്തില്ല? ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടത്തില്ല. ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? സുനിലിനെ സംബന്ധിച്ച് എന്തായിരിക്കും വരിക? 34 ലക്ഷമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലേ? സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് വന്നിട്ടുണ്ട്? 34 ലക്ഷം. 115 BSc ഓപ്റ്റ് ചെയ്താൽ ലെസ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഇൻകം എത്ര വരുന്നുണ്ട്? 34
34 lakh തന്നെ ആയിരിക്കും വരിക. 34 ലക്ഷം. യെസ്, 34 lakhs. What would be the taxable income of Mr. Sunil in question number 1 if his age is 63 years and has not opted for 115 BS? സുനിലിന് 43 വയസ്സിന് പകരം 63 വയസ്സായിരുന്നു, 115 BS ഓപ്റ്റ് ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ആൻസർ വരിക? ഗ്രോസ് ടോട്ടൽ ഇൻകം 34 lakh ആണ്, പ്ലസ് 80C 1,20,000. 115 BS ഓപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ദെൻ 80TTAക്ക് പകരം കിട്ടുന്നത് എന്തായിരിക്കും? 80TTB. 80TTB പറയുന്നത് ഡിഡക്ഷൻ ഓൺ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് പോസ്റ്റ് ഓഫീസ്. ബാങ്കുകളിൽ നിന്നോ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഡിഡക്ഷനാണ് 80TTB അപ് ടു എ മാക്സിമം ഓഫ് 50,000. പരമാവധി എത്ര വരെ കിട്ടും? 50,000. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 34 ലക്ഷമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം, മൈനസ് 1,20,000 രൂപ PPF, മൈനസ് 50,000 രൂപ. യെസ്, അപ്പോൾ ആൻസർ എത്ര വരുന്നുണ്ട്? 32,30,000 ഉണ്ടോ? 32 10 32 32 60. യെസ്, 32 30 ആണ് ആൻസർ. അടുത്ത മിസ്റ്റർ അജയ്, ഏജ്ഡ് 81, എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. നോക്കൂ, 81 വയസ്സ്, അതായത് മോർ ദാൻ 60 years ആയി. ഓക്കെ, ആൻഡ് റെസിഡൻറ്റ്, ഇത് രണ്ടുമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ വെരി സീനിയർ സിറ്റിസൻ്റെ സ്റ്റാറ്റസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ സീനിയർ സിറ്റിസൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. ഇനി മോർ ദാൻ ഓർ ഈക്വൽ ടു 80 years ആൻഡ് റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെരി അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും. സൂപ്പർ സീനിയർ സിറ്റിസൺസിൻ്റെ ബെനിഫിറ്റ് കിട്ടും. സോ ഇവിടെ മിസ്റ്റർ അജയ് 81 വയസ്സാണ്, റെസിഡൻ്റ് ആണ്. സോ സൂപ്പർ സീനിയർ സിറ്റിസൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 22-23 ഹി റെൻഡേർഡ് സർവീസസ് ഇൻ ഇന്ത്യ. സോ he provided services in India and earned a salary income of 4,80,000. So 4,80,000 രൂപ സാലറി. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി. നരേന്ദ്ര, അജയ്, ഈ ക്വസ്റ്റ്യൻ ഇവിടെ തെറ്റാണ്. അജയ്, for the financial year 22-23 in India, assuming assessee has not opted section 115 BS. 115 BS എന്ത് ചെയ്തിട്ടില്ല? ഓപ്റ്റ് ചെയ്തിട്ടില്ല. 115 BS ഓപ്റ്റ് ചെയ്തില്ല. ശരി, 81 വയസ്സായ ഒരാളുടെ എന്താണ്? 81 വയസ്സ് ആയ ഒരാളുടെ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ശരി, 81 വയസ്സ് ആയ ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh rupees ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് 5 lakhന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇവിടെ 4,80,000 ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിൽ ആണ് വരിക. സോ നില്ലായിരിക്കും വരിക. ദെൻ what would be the tax liability of Mr. Ajay in question number 4 if he has opted for section 115 BS? ഇപ്പോൾ അജയ്ക്ക് ശരിക്കും 115 BS ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അജയ് 115 BS ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചനെ? 115 BS ഓപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ 115 BS ഓപ്റ്റ് ചെയ്താൽ അവിടെ ഈ സീനിയർ സിറ്റിസൺ, റെസിഡൻറ്റ്, വെരി സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ ക്ലാസിഫിക്കേഷൻ ഇല്ല. എല്ലാവർക്കും എത്ര തന്നെയാണ്? 2.5 ലക്ഷം രൂപയാണ് എന്തെന്ന് പറയുന്നത് ബേസിക് എക്സംഷൻ. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റനിൽ തന്നെ പറയുന്നത് 4,80,000 അല്ലേ? യെസ്, 4,80,000 ആണ്. ഇതിൻ്റെ ടാക്സ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? ഫസ്റ്റ് 2.5 ലക്ഷത്തിന് നിൽ ടാക്സ് ഇല്ല. ദെൻ നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് 5% വരിക. സോ ഇവിടെ ഫസ്റ്റ് 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2.5 ലക്ഷത്തിന് പകരം നമ്മൾ എത്ര എടുത്താൽ മതി? 2,30,000-ന് 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 2,30,000-ന് 2,30,000 5% എടുക്കുമ്പോൾ 11,500. 11,500ന് നമുക്കിനി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%, 4%. 11,500 ഇൻറ്റു 4%, 460. എത്ര വരും? 11,960 ആണ് വരിക. 11,960.
22,660 തെറ്റാണ്, 24,720 തെറ്റാണ്, 11,845 അതും തെറ്റാണ്, നില്ല് തെറ്റാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓപ്ഷന് കൊടുത്തിരിക്കുന്ന എല്ലാ ആൻസറും തെറ്റാണ്. മേ ബി എനിക്ക് തോന്നുന്നു ഇവിടെ ഇതൊരു പഴയ ആൻസർ കീയുടെ ഭാഗമാണ്. ഇവിടെ വരേണ്ടത് 11,960 ആണ്. ഈ 11,845 വന്നത് 3% മുമ്പെടുത്ത് പഴയ ഒരു ക്വസ്റ്റൻ്റെ ഒരു ഇതുണ്ട്. 3% ആയിരുന്നു മുമ്പ് സെസ്, അതിൻ്റെ ഭാഗമായിട്ട് ഇട്ടതായിരിക്കാം. ഓപ്ഷൻ വരേണ്ടിയിരുന്നത് 11,960 ആണ്. സോ അജയുടെ ടാക്സ് ലയബിലിറ്റി വരുന്നത് 11,960 ആണ് വരേണ്ടിയിരുന്നത്. Then what would be the tax liability of Mr. Ajay in question number 4 if his age is 45 and has not opted for a section 115 BSc? Okay, നമുക്ക് നോക്കാം. 4,80,000 രൂപയാണ് നോട്ട് ഓപ്റ്റഡ് 115 BSc. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെയിം നമുക്ക് എന്ത് തന്നെ ആയിരിക്കും വരിക? സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് 2.5 ലക്ഷത്തിന് ടാക്സ് ഇല്ല, നിൽ. നെക്സ്റ്റ് 2,30,000-ന് 5% 11,000 തൊട്ട് മേളിൽ ചെയ്ത പോലെ തന്നെ. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%, 460 വരും. സോ 11,960 ആണ് നമുക്ക് ആൻസർ വരിക. സോ ഇതാണ് നമുക്ക് വരേണ്ടത്. ഇവിടെ 11,960 ആണ് വരുന്നത്, തെറ്റാണ്. യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് എ ഹൗസ്. എക്സ് ഒരു വീട് മേടിച്ചു ഓൺ 1/4/2001 for rupees 2 lakhs, 2 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. ആൻഡ് ഇൻകേർഡ് rupees 3 lakh ഓൺ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് 1/7/2020. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് വാസ് റിസീവ്ഡ് ബൈ ഹിസ് സൺ മിസ്റ്റർ വൈ ഓൺ 1/7/2011. ആ വീട് ആർക്ക് കിട്ടി? വൈ എന്ന് പറയുന്ന തൻ്റെ മകന് എക്സ് കൊടുക്കുകയാണ്. വൈക്ക്, എക്സിൻ്റെ കയ്യിൽ നിന്ന് വൈക്ക് കിട്ടി. സോ എക്സ് വൈക്ക് കൊടുത്താൽ അതൊരു ട്രാൻസ്ഫറായി കണക്കാക്കേണ്ട ആവശ്യമില്ല. പാരമ്പര്യമായി കൈമാറി കിട്ടുന്നത് ഒരു ട്രാൻസ്ഫർ അല്ല. സോ എക്സിൻ്റെ കയ്യിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. വൈയുടെ കയ്യിൽ വൈ ഇനി എന്ത് ചെയ്തു? വൈ ഇൻകേർഡ് 4 lakh ഓൺ ഇംപ്രൂവ്മെൻറ്റ് ഓൺ 1/7/2013 ആൻഡ് ഹൗസ് വാസ് സോൾഡ് ബൈ ഹിം ഓൺ 1/7/2021 ഫോർ 1 crore. He is entitled to deduction under section 80C 1 lakh. ഒരു കാര്യം മനസ്സിലാക്കണം, ചാപ്റ്റർ 6 ഡിഡക്ഷൻ നമുക്ക് ഒരിക്കലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഡിഡക്ഷൻ അല്ല ചാപ്റ്റർ 6 ഡിഡക്ഷൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അഗെയിൻസ്റ്റ് ആയിട്ട്. സോ ഈ കേസിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ആരുടെ കേസിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? യെസ്, വി നീഡ് ടു കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ വൈ. സോ ഇവിടെ അസസി ആരാണ്? അസസി മിസ്റ്റർ വൈ. അസസ്മെൻറ്റ് ഇയർ എപ്പോഴാണ് ഇത് വിറ്റിരിക്കുന്നത്? 1/7/2021 എന്ന് പറയുമ്പോൾ 21-22. സോ അസസ്മെൻറ്റ് ഇയർ 2022-23, പ്രീവിയസ് ഇയർ 2021-22. വാട്ട്? കമ്പ്യൂട്ടേഷൻ ഓഫ് LTCG, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇത് വിറ്റിരിക്കുന്ന എത്ര രൂപയ്ക്കാണ്? 1 കോടി രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്. 1 crore rupees-നാണ് ഇത് വിറ്റിരിക്കുന്നത്. വെദർ ഹി ഹാസ് പെയ്ഡ് എനി കമ്മീഷൻ? നോ കമ്മീഷൻ. സോ ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ. ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സോ നെറ്റ് സെയിൽ കൺസിഡറേഷൻ comes around to again 1 crore rupees less. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ വൈ ഹാസ് റിസീവ്ഡ് ദ പ്രോപ്പർട്ടി ഫ്രം ഹിസ് ഓൺ ഫാദർ. സ്വന്തം പിതാവിൽ നിന്നാണ് ആ പ്രോപ്പർട്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹി ഹാസ് നോട്ട് ഇൻകേർഡ് എനി കോസ്റ്റ് ഫോർ അക്വയറിങ് ഇറ്റ്. ഒരു ഗിഫ്റ്റ് ആയിട്ടോ ഇൻഹെറിറ്റൻസ് ആയിട്ടോ വന്നതാണ്. ഈ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൽ ബി ഡിറ്റർമൈൻഡ് ആസ് പെർ സെക്ഷൻ 49 സബ്സെക്ഷൻ 1. ഡീംഡ് ഓണർ ആയിട്ടാണ് കണക്ക്. ഡീംഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമ്മളിവിടെ എടുക്കുക. അപ്പോൾ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ആണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത്. പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഇവിടെ എത്രയാണ്? 2 lakh rupees ആണ്. സോ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഇവിടെ എത്ര വന്നു? 2 lakh rupees ഇൻറ്റു ഇത് കോസ്റ്റ് ഇൻ CII ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ വിൽക്കുന്ന വർഷത്തെ CII, വിൽക്കുന്ന വർഷം ഏതാണ്? 21-22. 21-22 CII 317. യെസ്, ഡിവൈഡഡ് ബൈ CII ഓഫ് ദി ഇയർ ഓഫ് അക്വിസിഷൻ. ഇത് ഇയാൾക്ക് കിട്ടിയ വർഷത്തെ CII. ഇയാൾക്ക് കിട്ടിയ വർഷം എന്ന് പറയുന്നത് 1/7/2011 ആണ്. അതായത് 11/12 CII ആണ്. അപ്പോൾ
184 ആണ് ഡിനോമിനേറ്ററിൽ എടുക്കേണ്ടത്. ഓക്കെ, ഇത് 184 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിൽ നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഒരു കാര്യമുണ്ട്, there is a case law called Manjula J. Shah versus Commissioner of Income Tax. Manjula J. Shah versus Commissioner of Income Tax. അപ്പോൾ ആ ഒരു കേസിൻ്റെ വിധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി പ്രീവിയസ് ഓണറിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ഗിഫ്റ്റ് വിൽ ഇൻഹെറിറ്റൻസ് വഴി കൈമാറ്റം ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി കുഡ് ടേക്ക് ദി ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഫ്രം ദ ഇയർ ഇൻ വിച്ച് ദ പ്രീവിയസ് ഓണർ ഹാസ് അക്വയർഡ് ഇറ്റ്. പ്രീവിയസ് ഓണർ ഏത് വർഷമാണോ അത് അക്വയർ ചെയ്തത് ആ വർഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാം. ഇതാണ് മഞ്ജുള ജെ ഷാ വേഴ്സസ് CIT എന്ന് പറയുന്ന കേസിനകത്ത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ വിധി. അപ്പോൾ ആ ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്കിത് 2001 ഇൻഡെക്സേഷൻ എടുത്താലും തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇൻഡെക്സേഷൻ എടുക്കുന്നത് 2001 ഇൻഡെക്സേഷൻ ഏതാണ്, 100. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 lakh into 317 divided by 100 എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും, 2 lakh into 3.17 6,34,000 6,34,000 രൂപയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നെക്സ്റ്റ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് 3 lakh rupees ആണ് മുടക്കിയിരിക്കുന്നത്. സോ 3 lakh into CII ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ അത്ര വരുന്നുണ്ട് 317 ഡിവൈഡഡ് ബൈ ഇംപ്രൂവ്മെൻറ്റ് നടന്ന വർഷം 2001-2002 എന്ന് പറയുമ്പോൾ 2002-03 105. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് ഇൻകർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഓണറാണ്. പ്രീവിയസ് ഓണർ ഇൻകർ ചെയ്ത ഇംപ്രൂവ്മെൻറ്റ് കോസ്റ്റ് വെദർ ദി സക്സസർ കുഡ് ക്ലെയിം. ദ ആൻസർ ഈസ് യെസ്. എൻ്റെ പ്രീവിയസ് ഓണർ ഇംപ്രൂവ്മെൻറ്റ് ഇൻകർ ചെയ്തിട്ടാണ് എനിക്കത് ഗിഫ്റ്റ് ചെയ്തതെങ്കിൽ ആ ഇംപ്രൂവ്മെൻറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 lakh into 317 into 317 divided by 105 അത് വന്നിട്ട് 9,05,714. ഇനി ഇത് കിട്ടിയതിന് ശേഷം മകൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇംപ്രൂവ്മെൻറ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം രൂപയുടെ ഇംപ്രൂവ്മെൻറ്റ് അയാളും ഇൻകർ ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ അത് ഏത് വർഷത്തെയാണ്, 13-14 സോ 220. സോ 4 ലക്ഷം ഇൻറ്റു 317 ഡിവൈഡഡ് ബൈ 220 5,76,364. അങ്ങനെ വരുമ്പോൾ മൊത്തം എത്ര രൂപയാണ് ക്യാപിറ്റൽ ഗെയിൻ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കോടി മൈനസ് 6,34,000 മൈനസ് 9,05,714 മൈനസ് 5,76,364. യെസ്, LTCG 78,83,922. 78,83,922 നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ശരി, നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശരിയാണ്, 2, 3, 4 തെറ്റാണ്. 78,83,922. ഞാനിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഒരച്ഛൻ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു, എന്നിട്ടത് മകന് കൊടുത്തു. മകൻ എന്ത് ചെയ്തു, അത് വിറ്റു. വിൽക്കുന്നതിന് മുന്നേ അച്ഛൻ ആ പ്രോപ്പർട്ടി മേടിച്ച് ആ പ്രോപ്പർട്ടിയെ ഡെവലപ്പ് ചെയ്തു. പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാൻ കുറേ കാശ് മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് മകന് കൊടുത്തു. മകന് കിട്ടിയ പാടെ മകനും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിൽ. എന്നിട്ട് ഇത് വിറ്റു. ഇതാണ് കഥ. ഈ ഒരു പ്ലോട്ടിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിനു വേണ്ടി നമ്മൾ കുറേ സെക്ഷൻസ് ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ സെക്ഷൻസ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുൾ വാല്യൂ കൺസിഡറേഷൻ, വിറ്റ വില 1 കോടി രൂപ,
എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ, ബ്രോക്കറേജോ കമ്മീഷനോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കുറയ്ക്കാം. യെസ്, നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഇതിനടുത്ത് എന്താണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ട്, അതിന് നമ്മൾ ഇൻഡെക്സ് ചെയ്തു, കാരണം ലോങ് ടേം അല്ലേ. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഈ മകനെ സംബന്ധിച്ച് മകൻ അത് കൈമാറി കിട്ടിയതാണ്. സോ അച്ഛൻ്റെ കോസ്റ്റാണ് മകൻ ഇവിടെ സ്വന്തം കോസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ഉണ്ട്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് നെറ്റ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ വൈ. നെറ്റ് ടോട്ടൽ ഇൻകത്തിൽ നമുക്ക് നെറ്റ് ടോട്ടൽ ഇൻകം ഇത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇവിടെ 80C ഡിഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് നെറ്റ് ടോട്ടൽ ഇൻകം ചോദിച്ചിരുന്നത്. ഒരു രക്ഷയില്ല. ചാപ്റ്റർ 6 ഡിഡക്ഷൻ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. സോ ആൻസർ അത് തന്നെ നിലനിൽക്കും. സോ ഇതും തെറ്റാണ്. 78,83,922 ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടത്തില്ല ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന്. ഇതിന് അടുത്ത് കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ വൈ അസ്യൂമിങ് നോട്ട് ഓപ്റ്റഡ് ഫോർ സെക്ഷൻ 115 BAC ഓഫ് ഇൻകം ടാക്സ് ആക്ട്. നോക്കൂ, മിസ്റ്റർ വൈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20% എന്ത് വരുന്നത്, ടാക്സ് വരുന്നത്. പക്ഷേ ഇയാൾക്ക് ബേസിക് എക്സംഷൻ ഉണ്ടാവും. ഫസ്റ്റ് 2.5 ലക്ഷത്തിന് നിൽ മൈനസ് 2.5 ലക്ഷം, ബാക്കി 76,33,922 20% എത്ര വരുന്നുണ്ട്? ഇൻറ്റു 20%. 78,83,922. $76,33,922 ഇൻറ്റു പോയിൻറ്റ്. ആൻസർ വരുന്നത് 15,26,784 വരിക. 15,26,784 ഇൻറ്റു 1.04. ഇതിൻ്റെ കൂടെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% കൂടി എടുക്കണം. 15,26,784 കൂടെ 4%. സോ 61,071, 61,070. സോ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി വരുന്നത് 15,87,000. ഇല്ല, ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 26,784 ടാക്സ് ലയബിലിറ്റി മാത്രമേ പറയുന്നുള്ളൂ, ടോട്ടൽ ടാക്സ് പേയബിൾ അല്ല പറയുന്നത്. അതാണ് 15,26,784. ഇതാണ് ആൻസർ വരിക. എന്തായാലും ആ ഓപ്ഷൻ നമുക്കില്ല. എന്താണ് 15,06,784? ഒരു പക്ഷേ ഇത് 15,26,000 ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. 16,87 തെറ്റാണ്, 1,00,00,000 ആ തെറ്റാണ്, നിൽ തെറ്റാണ്. സോ ദ ആൻസർ ഈസ് 15,26,784 ആണ് ആൻസർ ആയിട്ട് വരിക. ദെൻ ഒരു പെട്ടെന്ന് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കി നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നോക്കാം. മിസ്റ്റർ എ ഈസ് ആൻ എംപ്ലോയി ഏർണിംഗ് സാലറി ഓഫ് ₹30,000 പെർ മന്ത്. സോ എ എന്ന് പറയുന്ന ഒരാൾ ഒരു എംപ്ലോയി ആണ്. ഹീസ് ഡ്രോയിങ് എ സാലറി ഓഫ് 30,000 പെർ മന്ത്. ഹി ഫൈൽഡ് റിട്ടേൺ ഓഫ് ഇൻകം ആൻഡ് ഹിസ് ടാക്സ് ലയബിലിറ്റി വാസ് റിട്ടേൺ ഓഫ് ഇൻകം and his tax liability was nil after claiming rebate under section 87A. അയാൾ 87A പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിബേറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഈ 87A എന്ന് പറയുന്ന റിബേറ്റ്
ഇൻഡിവിജ്വൽസിന് കിട്ടുന്നതാണ്, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്നതാണ്. 5 ലക്ഷം രൂപയ്ക്ക് താഴെ, 5 ലക്ഷമോ അതിൽ താഴെയോ ഗ്രോസ് ടോട്ടൽ ഇൻകമുള്ള റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് കിട്ടുന്നതാണ് റിബേറ്റ്. ഒരു ഡിസ്കൗണ്ടാണ്, ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് ഹി ഡിഡിൻറ്റ് ഡിസ്ക്ലോസ് ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് 60,000. പിന്നീട് ഇയാൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം അയാൾ ഫൈൻഡ് ഔട്ട് ചെയ്തൊരു കാര്യം, ഹി ഡിഡിൻറ്റ് ഡിസ്ക്ലോസ് ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് 60,000 ഓൺ വിച്ച് ടാക്സ് വാസ് ഡിഡക്റ്റഡ് ബൈ ദി ബാങ്ക്. പിന്നീട് അയാൾ ഒരു കാര്യം മനസ്സിലായി, ഇയാൾക്കൊരു 60,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ടാക്സ് വാസ് ഡിഡക്റ്റഡ് ഫ്രം ദി ഇൻകം. ടൈം ലിമിറ്റ് ഫയൽ ബിലേറ്റഡ് റിട്ടേൺ വാസ് എക്സ്പയർഡ്. റിട്ടേൺ ഫയൽ ചെയ്തു, ദെൻ ടൈം ലിമിറ്റ് ഫയൽ ബിലേറ്റഡ് റിട്ടേൺ ഹാസ് എക്സ്പയർഡ്. അപ്പോൾ ഇവിടെ ബിലേറ്റഡ് റിട്ടേണിൻ്റെ പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. നമ്മൾ ഒരു തവണ റിട്ടേൺ ഫയൽ ചെയ്തു, അത് തിരുത്തി ഫയൽ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, റിവൈസ്ഡ് റിട്ടേൺ. റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് ഡിസംബർ 31, അസസ്മെൻറ്റ് ഇയറിലെ ഡിസംബർ 31 വരെ സമയമുള്ളൂ മാക്സിമം. പക്ഷേ അതിന് മുന്നേ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയാലും പിന്നെ നമുക്ക് 31 ഡിസംബർ വരെ സമയം ഉണ്ടാവില്ല. എനിവേ 31 ഡിസംബർ വരെ നമുക്ക് നമ്മുടെ തെറ്റ് തിരുത്തി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയമുണ്ട്. ചോദ്യം ഇതാണ്, എനിവേ അതും എക്സ്പയർ ആയപ്പോൾ 31 ഡിസംബറും കഴിഞ്ഞു. ക്യാൻ അസസി ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺ? ഓക്കെ, ഇതാണ് ചോദ്യം. ക്യാൻ അപ്ഡേറ്റഡ് റിട്ടേൺ ആൻഡ് ക്ലെയിം റീഫണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് ഓൺ ദി ഇൻട്രസ്റ്റ്. ഇത് ഇൻകം ടാക്സിൽ ഒരു 2 കൊല്ലം മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പുതിയ സംവിധാനമാണ് സെക്ഷൻ 140A, അപ്ഡേറ്റഡ് റിട്ടേൺ. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയി, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഐ നോട്ട് ഫയൽ ദ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടില്ല, ഓർ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഫയൽ ചെയ്ത റിട്ടേൺ എന്തായി, നമുക്ക് തെറ്റിപ്പോയി, അത് തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അപ്ഡേറ്റഡ് റിട്ടേൺ. ബട്ട് ദർ ആർ സർട്ടൺ കണ്ടീഷൻസ്. അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ലോസ് കാണിക്കാൻ വേണ്ടി അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. റീഫണ്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നിലവിലുള്ള റീഫണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നിലവിൽ കാണിച്ചിരിക്കുന്ന ടാക്സ് ലയബിലിറ്റിയെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊന്നും നമുക്ക് ഏത് പറ്റത്തില്ല, അപ്ഡേറ്റഡ് റിട്ടേൺ പറ്റത്തില്ല. അതായത് ഗവൺമെൻറ്റിന് താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ലോസ് കാണിക്കാൻ പറ്റത്തില്ല, റീഫണ്ട് കൂട്ടി കാണിക്കാൻ പറ്റത്തില്ല, റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല, ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും ഇൻകം കുറയ്ക്കാൻ പറ്റും. ഇതൊന്നും നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ റിട്ടേൺ ഫയൽ ചെയ്തു, ഇവൻ ഒരു 60,000 രൂപ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി. നല്ല കാര്യം, അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് അവന് എന്ത് ചെയ്യാം, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ദ ഗവൺമെൻറ് വിൽ പെർമിറ്റ് ഹിം ടു ഫയൽ ദ റിട്ടേൺ. ഹി ക്യാൻ ഫയൽ ദ റിട്ടേൺ. കാരണം അവൻ പറയാണ്, സർക്കാരിനോട് പറയാണ്, ഞാൻ നേരത്തെ ഒരു 60,000 രൂപ കാണിക്കാനുണ്ടായിരുന്നു, വിട്ടുപോയി, ഞാനത് കാണിച്ചോട്ടെ. ഓക്കെ, സന്തോഷം, നീ അപ്ഡേറ്റഡ് റിട്ടേൺ ഉപയോഗിച്ച് അത് നീ കാണിച്ചോളൂ. പക്ഷെ പ്രശ്നം എന്താണ്, ഇവൻ്റെ ഉദ്ദേശം എന്താണ്, ഈ 60,000-ൽ നിന്ന് ബാങ്ക് ഒരു TDS കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ TDS റീഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇത് വേണ്ട, നീ 60,000 രൂപ ഇൻകം കാണിച്ചോ, ഇതിൻ്റെ കൂടെ നിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന TDS എമൗണ്ട് ഉണ്ടാവും, ഒരു 10% പോയിട്ടുണ്ട് 6,000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, തിരിച്ചു തരത്തില്ല. അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടില്ല. സോ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, 60,000 എന്താണ് ഇൻകം കാണിച്ച് ഫയൽ ചെയ്യാം, പക്ഷേ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ചോദ്യം ഇതാണ്, ക്യാൻ ദി അസസി ഫയൽ അപ്ഡേറ്റഡ് റിട്ടേൺ? അതിൻ്റെ ആൻസർ എന്താണ്, യെസ്, ഹി ക്യാൻ ഫയൽ ദി അപ്ഡേറ്റഡ് റിട്ടേൺ. ആൻഡ് ക്ലെയിം റീഫണ്ട്, അതിൻ്റെ ആൻസർ എന്താണ്, നോ. റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. സോ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, പക്ഷേ റീഫണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇതാണ് അതിൻ്റെ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. തുടർന്നും വിൽ ബി ഹാവിങ് ഡിസ്കഷൻ, കൂടുതൽ ക്വസ്റ്റ്യൻ. എങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സാമിനേഷന് ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ തരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനേഷൻ എന്താവത്തുള്ളൂ. നിങ്ങൾ ആ ഒരു എക്സാമിനേഷനെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ
അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മളെ കൊണ്ട് നടക്കുകയുള്ളൂ. മനസ്സിലായോ? എക്സാമിനേഷൻ അത്ര ഈസി ആയിരിക്കത്തില്ല. പ്രത്യേകിച്ച് CS എക്സിക്യൂട്ടീവിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ CMA എക്സാം പോലെ അല്ലെങ്കിൽ ഒന്നും നമുക്കത് ഈസി ആയിരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കമ്പാരിറ്റീവ്ലി ദ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഷാൽ ബി മച്ച് മോർ ഹയർ. സോ അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ കണ്ട് നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. എനിവേ, തുടർന്നും നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലോ യു മേ കോൺടാക്ട് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി. ഇവിടെ CA, CMA, CS, ACCA, CMA, US പോലുള്ള എല്ലാ കോഴ്സസുകൾക്കും ഈ കോഴ്സുകൾക്കെല്ലാം ഇൻ ഡീറ്റെയിൽ ഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റെക്കോർഡഡ് മോഡലും ഹൈബ്രിഡ് മോഡലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഇനഫ് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വിത്ത് പ്രാക്ടീസിങ് സെഷൻസ്, ടെസ്റ്റ് പേപ്പേഴ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ കോൺടാക്ട് ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമി. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ CS എക്സിക്യൂട്ടീവിൻ്റെ ഒരു ജൂൺ 2024 ബാച്ചസ് ഓൺ ഗോയിങ് ആണ് എറണാകുളത്തും കൊച്ചിയിലും അതുപോലെ തന്നെ കാലിക്കട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് CS എക്സിക്യൂട്ടീവ് കോഴ്സ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ കൃത്യമായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ക്ലാസ് നല്ലപോലെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസറൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ പടപടപടപടയും ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അതിനാണ് ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. ഈ ടാക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സ്പീഡിൽ അങ്ങ് ചെയ്തു പോകും. ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്നത് പോലെ അവരോട് കൂടെ നിന്ന് നിങ്ങളുടെ ആവശ്യമാണ്, അതുപോലെ സാറന്മാരുടെ കൂടെ നിന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇത്രയും സ്പീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, സോ നമുക്കിനിയും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാമിനേഷൻ.